ടെസ്ലയടക്കം ലോകം മുഴുവൻ ആരാധിക്കുന്ന ലോകപ്രശസ്തനായ തോമസ് ആൽവ എഡിസന്റെ ഉടമസ്ഥതയിലുള്ള കോണ്ടിനെൻ്റൽ എഡിസൺ കമ്പനി. വളരെയേറെ സന്തോഷത്തോടെയാണ് താൻ ആരാധനയോടെ മാത്രം കാണുന്ന എഡിസന്റെ കമ്പനിയിലേക്ക് ടെസ്ല കടന്നു വരുന്നത്. എന്നാൽ തോമസ് ആൽവ എഡിസൺ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്ന് നിക്കോള ടെസ്ലയ്ക്ക് അറിയില്ലായിരുന്നു. ലോകം വാഴ്ത്തിപ്പാടുന്ന എഡിസന് മറ്റാരും കാണാത്ത വികൃതമായൊരു മുഖമുണ്ടെന്നും ടെസ്ലയ്ക്ക് അറിവില്ലായിരുന്നു. ഇവിടെ മുതൽ നിക്കോള ടെസ്ലയുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ്. പാരീസിൽ തോമസ് ആൽവ എഡിസന്റെ ഉടമസ്ഥതയിലുള്ള കോണ്ടിനെൻ്റൽ എഡിസൺ കമ്പനിയിലേക്കാണ് നിക്കോള ടെസ്ല എത്തിയത്. പാരീസ് നഗരത്തിൽ ഇൻഡോർ ഇൻകാൻഡസന്റ് ലൈറ്റിംഗ് സ്ഥാപിക്കുന്നതിനുള്ള ചുമതലയായിരുന്നു അന്ന് കമ്പനിക്കുണ്ടായിരുന്നത്. അക്കാലത്തെ പുതുപുത്തൻ വ്യവസായമായിരുന്ന ഗാർഹിക വൈദ്യുത മേഖലയിൽ ടെസ്ല നഗരമൊട്ടാകെ ബൾബുകൾ സ്ഥാപിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു. നിരവധി ഉപഡിവിഷനുകളുണ്ടായിരുന്ന കമ്പനിയുടെ പാരീസിലെ ഒരു ഡിവിഷനായിരുന്ന ഇവ്രി സൂർ സീനിൽ വെളിച്ചം സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉത്തരവാദിത്തമായിരുന്നു ടെസ്ലയ്ക്ക് നൽകിയിരുന്നത്. ഇലക്ട്രിക് എഞ്ചിനീയറിംഗിൽ ധാരാളം പ്രായോഗിക പരിശീലനം ലഭിക്കുവാൻ അക്കാലത്തെ ഈ ജോലികൾ അദ്ദേഹത്തെ സഹായിച്ചു. ടെസ്ലയുടെ എഞ്ചിനീയറിംഗിലും ഭൗതികശാസ്ത്രത്തിലുമുള്ള മികവ് ശ്രദ്ധിച്ച കമ്പനി ടെസ്ലയെ ഡൈനാമോകളുടെയും മോട്ടോറുകളുടെയും എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഉടൻ തന്നെ നിയമിച്ചു. ഫ്രാൻസിലും ജർമ്മനിയിലുമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എഡിസൺ കമ്പനിയുടെ മറ്റു ശാഖകളിലേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി അവർ ടെസ്ലയെ അയച്ചു. അങ്ങനെ എഡിസൺ കമ്പനിയുടെ സഞ്ചരിക്കുന്ന റിപ്പയർമാനായി മാറി നിക്കോള ടെസ്ല. ഇതിലൂടെ ടെസ്ല നിലവിലുള്ള വൈദ്യുത വിതരണ രംഗം എങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പ്രായോഗികമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ഇതിനെക്കുറിച്ച് ലഭിക്കാവുന്ന അറിവുകളെല്ലാം ശേഖരിക്കുകയും ചെയ്തു. വെറും 28 വയസ്സ് മാത്രമായിരുന്നു അന്ന് ടെസ്ലയുടെ പ്രായം. പാരീസിലെ എഡിസൺ കമ്പനിയിൽ ടെസ്ലയോട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്നത് മേലധികാരിയായിരുന്ന ചാൾസ് ബാച്ചിലറിനായിരുന്നു. അദ്ദേഹം നൽകിയ ഒരു ശുപാർശ കത്തുമായി ടെസ്ല അമേരിക്കയിലേക്ക് പറന്നു, തോമസ് ആൽവ എഡിസനോടൊപ്പം ജോലി ചെയ്യുന്നതിനായി. ആ കത്തിൽ ബാച്ചിലർ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: എനിക്ക് 2 മഹാന്മാരെയാണ് നേരിട്ട് പരിചയമുള്ളത്. ഒന്ന് താങ്കൾ തന്നെയാണ്, തോമസ് ആൽവ എഡിസൺ. അടുത്തത് ഈ കത്തുമായി താങ്കളുടെ മുൻപിൽ വന്നു നിൽക്കുന്ന നിക്കോള ടെസ്ല എന്ന ഈ ചെറുപ്പക്കാരനാണ്. 1884 ജൂൺ മാസം അമേരിക്കയിലെത്തിയ ഉടനെ തന്നെ മാൻഹാട്ടന്റെ ലോവർ ഈസ്റ്റ് സൈഡിൽ നഗരത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കേന്ദ്രം നിർമ്മിക്കുന്നതിനായി യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന 200-ലധികം തൊഴിലാളികളും മറ്റു ജീവനക്കാരും 20-ൽ കൂടുതൽ ഫീൽഡ് എഞ്ചിനീയർമാരും അടങ്ങുന്ന ഒരു വലിയ ഫാക്ടറിയിൽ ടെസ്ല ജോലി ചെയ്യാൻ ആരംഭിച്ചു. പാരീസിലെ പോലെ തന്നെ ജനറേറ്ററുകൾ മികവുറ്റതാക്കുക, കേടുവന്ന മെഷീനുകൾ നന്നാക്കുക, സ്ട്രീറ്റ് ലൈറ്റ് സംവിധാനം വികസിപ്പിക്കുക എന്നിവയെല്ലാമായിരുന്നു ടെസ്ലയെ ഏൽപ്പിച്ചിരുന്നത്. ടെസ്ല അവിടെ നല്ലതുപോലെ തന്നെ ജോലി ചെയ്തു. ഒരവസരത്തിൽ SS ഓർഗൺ എന്ന കപ്പലിലെ കേടുവന്ന ജനറേറ്റർ നന്നാക്കുന്നതിനായി ഒരു രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് ജോലി ചെയ്തു. ടെസ്ലയുടെ ഈ കഠിനാധ്വാനം കണ്ട എഡിസൺ ബാച്ചിലറോട് പറഞ്ഞത്, ഉറക്കമില്ലാതെ പണി ചെയ്യുന്ന ഈ പാരീസുകാരൻ മിടുമിടുക്കനാണെന്നാണ്. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി. ആർക്ക് ലാമ്പുകൾ അടിസ്ഥാനമാക്കി തെരുവ് വിളക്കുകൾ വികസിപ്പിക്കുക എന്നതായിരുന്നു ടെസ്ലയുടെ പ്രധാന ജോലി. സ്ട്രീറ്റ് ലൈറ്റിന് ആർക്ക് ലാമ്പുകൾ അന്ന് വളരെ ജനകീയമായ ഒരു പരിഹാരമാർഗമായിരുന്നു. എഡിസൺ കമ്പനിയിൽ ഇതുപോലെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ടെസ്ലയ്ക്ക് ഒരു കാര്യം ബോധ്യമായി. എഡിസൺ കണ്ടെത്തിയ ഡയറക്റ്റ് കറണ്ട് അഥവാ DC കറണ്ടിന് ഒരുപാട് പോരായ്മകളുണ്ട്. ഇതുപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും, എങ്കിലും കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിക്കുവാൻ സാധിക്കില്ല എന്നതായിരുന്നു പ്രധാന പ്രശ്നം. അതായത് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന DC പവർ സ്റ്റേഷനുകളിൽ നിന്നും 1 മൈൽ ചുറ്റളവിൽ മാത്രമേ കൃത്യമായി ട്രാൻസ്മിറ്റ് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ന്യൂയോർക്ക് സിറ്റിയിൽ മാത്രം കറണ്ട് മുഴുവൻ നൽകുന്നതിന് ഇതുപോലെ ധാരാളം പവർ സ്റ്റേഷനുകൾ വേണ്ടിവരും. ടെസ്ലയുടെ മനസ്സിൽ മുഴുവൻ ഈ ചിന്ത മാത്രമായിരുന്നു. എഡിസൺ കമ്പനിയിലെ DC ജനറേറ്ററുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ടെസ്ല തന്റെ മനസ്സിൽ ഒരു ദിശയിൽ മാത്രം സഞ്ചരിക്കുന്ന ഈ DC കറണ്ടിന് വിപരീതമായി ആനുകാലികമായി ദിശ മാറ്റുകയും
സമയത്തിനനുസരിച്ച് വ്യാപ്തി മാറ്റുകയും ചെയ്യുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്ററിന്റെ രൂപകൽപ്പനകൾ നടത്തുകയായിരുന്നു. അതായത് വളരെ ലളിതമായി യഥേഷ്ടം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സൗകര്യങ്ങളുടെയും ഇന്നുള്ള അത്യാധുനിക സംവിധാനങ്ങളുടെയും എല്ലാം ഉത്ഭവം ആ ചിന്തയിൽ നിന്നുമാണ്. AC കറണ്ട് എന്ന ആശയം ആ 28 വയസ്സുകാരൻ്റെ മനസ്സിൽ ഉടലെടുത്തിരുന്നില്ല എങ്കിൽ ഒരിക്കലും ഈ ലോകം ഇന്നത്തേതുപോലെയായി മാറില്ലായിരുന്നു. തൻ്റെ മനസ്സിലുള്ള ആശയവും നിലവിലുള്ള DC കറണ്ടിൻ്റെ പോരായ്മകളുമെല്ലാം ടെസ്ല എഡിസന്റെ മുന്നിൽ അവതരിപ്പിച്ചു. എന്നാൽ ടെസ്ല പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കുവാനോ സ്വീകരിക്കുവാനോ എഡിസൺ തയ്യാറായിരുന്നതേയില്ല. നിക്കോള ടെസ്ലയും തോമസ് ആൽവ എഡിസനുമായുള്ള മാനസിക അകൽച്ച ഇവിടെ തുടങ്ങുകയായിരുന്നു. ഇപ്പോഴുള്ള ജനറേറ്ററുകളിൽ പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മകളെല്ലാം പരിഹരിച്ച് മികച്ച ഒരു ജനറേറ്ററിന്റെ ഡിസൈൻ നിർമ്മിച്ചു നൽകുവാൻ എഡിസൺ ടെസ്ലയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ നൽകിയാൽ ഇപ്പോഴുള്ള ശമ്പളം കൂടാതെ $50,000 ബോണസായി നൽകാം എന്നും വാഗ്ദാനം ചെയ്തു. രാത്രിയും പകലും നല്ലതുപോലെ കഷ്ടപ്പെട്ട് ഒരു മോഡലിന് പകരം 24 മോഡലുകൾ ടെസ്ല ഡിസൈൻ ചെയ്തു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പുതിയ മോഡലുകളെല്ലാം എഡിസന് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ താൻ രൂപകൽപ്പന ചെയ്ത ജനറേറ്ററിനേക്കാളും മികച്ചതാണ് ടെസ്ല നൽകിയ ഈ ഡിസൈനുകൾ എന്ന് മനസ്സിലായിട്ടും എഡിസൺ ഒരു നല്ല വാക്കുപോലും ടെസ്ലയോട് പറഞ്ഞില്ല. താൻ നൽകാമെന്ന് പറഞ്ഞ ബോണസ് നൽകിയതുമില്ല. കൂടാതെ തങ്ങളുടെ അമേരിക്കൻ ഫലിതങ്ങൾ കുടിയേറ്റക്കാരനായ ടെസ്ലയ്ക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ബോണസ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കുക കൂടെ ചെയ്തു. ഇത് 2ാമത്തെ തവണയാണ് താൻ അപമാനിതനാകുന്നത്. ഈ അപമാനങ്ങൾ സഹിച്ചുകൊണ്ട് എഡിസന്റെ കമ്പനിയിൽ ഇനി തുടർന്ന് ജോലി ചെയ്യേണ്ട എന്ന് തന്നെ ടെസ്ല തീരുമാനിച്ചു. അങ്ങനെ തൻ്റെ ഡയറിയിൽ ഗുഡ് ബൈ ടു ദ എഡിസൺ മെഷീൻ വർക്ക് എന്നെഴുതി 6 മാസക്കാലത്തെ ആ ജോലി ടെസ്ല രാജിവെച്ചു. എഡിസൺ കമ്പനിയിൽ നിന്നും പുറത്തിറങ്ങിയ ഉടനെ തന്നെ താൻ രൂപകൽപ്പന ചെയ്ത ആർക്ക് ലൈറ്റിംഗ് സിസ്റ്റത്തിന് പേറ്റന്റ് എടുക്കണം എന്നതായിരുന്നു ടെസ്ലയുടെ തീരുമാനം. എന്നാൽ മാസവരുമാനം നിലച്ചതോടെ ആ വലിയ സിറ്റിയിൽ ജീവിക്കാൻ പോലും പൈസ ഇല്ലാതെയായി മാറി. പട്ടിണിയായി. ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് മുന്നോട്ട് ജീവിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. പല ജോലികളും ചെയ്തു. 1886 വരെയുള്ള 2 വർഷക്കാലത്തോളം ആ വലിയ സിറ്റിയിൽ ടെസ്ല ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. ഇതിനിടയിൽ പേറ്റന്റ് എടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. പേറ്റന്റ് എടുക്കുന്നതിന് വേണ്ടി എഡിസനെ സഹായിച്ചിരുന്ന പേറ്റന്റ് അഭിഭാഷകനായിരുന്ന ലെമുവൽ W. സെറലിനെ സമീപിച്ചു. അദ്ദേഹം പേറ്റന്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കി. കൂടാതെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി ഒരു കമ്പനി തുടങ്ങുവാനും അദ്ദേഹം സഹായിച്ചു. റോബർട്ട് ലൈൻ, ബെഞ്ചമിൻ വെയിൽ എന്നീ 2 ബിസിനസ്സുകാരെ സെറൽ ടെസ്ലയ്ക്ക് പരിചയപ്പെടുത്തി. അവർ ആർക്ക് ലൈറ്റിംഗ് കമ്പനിക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങളെല്ലാം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. ടെസ്ലയുടെ പേരിൽ ടെസ്ല ഇലക്ട്രിക് ലൈറ്റ് ആൻഡ് മാനുഫാക്ചറിംഗ് എന്ന കമ്പനി ആരംഭിച്ചു. ഭാവിയിൽ ലോകം മുഴുവൻ AC കറണ്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് ടെസ്ലയ്ക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ മികച്ച AC ജനറേറ്ററുകൾ നിർമ്മിച്ച് പേറ്റന്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങി. ഇതിനുവേണ്ടി അദ്ദേഹം രാപ്പകൽ കഠിനാധ്വാനം ചെയ്തു. ന്യൂജേഴ്സിയിലെ റാഹ്വേയിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ട കരാറും സ്വന്തമാക്കി. അവസാനം ടെസ്ല ഒരു പുതിയ AC ജനറേറ്ററിനുള്ള പേറ്റന്റും സ്വന്തമാക്കി. അമേരിക്കയിൽ ടെസ്ലയ്ക്ക് ലഭിച്ച ആദ്യത്തെ പേറ്റന്റ് ആയിരുന്നു ഇത്. അമേരിക്കയിലെ വാർത്തകളിൽ മുഴുവൻ ടെസ്ല നിറഞ്ഞു നിന്നു. ടെസ്ലയുടെ കണ്ടുപിടുത്തങ്ങളെ പുകഴ്ത്തുകയും അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവെക്കുകയുമായിരുന്നു ഈ വാർത്തകളെല്ലാം. ടെസ്ലയെക്കുറിച്ചുള്ള ഈ വാർത്തകളെല്ലാം എഡിസണും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വൈദ്യുതി അന്ന് ഉപയോഗിക്കുവാൻ വളരെയേറെ തുക ചെലവാകുമായിരുന്നു. സാധാരണക്കാർക്ക് ഉപയോഗിക്കുവാൻ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതായിരുന്നു നിക്കോള ടെസ്ലയുടെ പ്രധാന ലക്ഷ്യം. ഇതിനുവേണ്ടി AC ജനറേറ്റർ സ്ഥാപിക്കുന്നതിനായി ന്യൂജേഴ്സിയിൽ ടെസ്ല തന്റെ ശ്രമങ്ങൾ തുടങ്ങി. ടെസ്ല AC കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്ന ഈ സമയത്ത് എഡിസൺ അമേരിക്കയിൽ വലിയ പവർ പ്ലാന്റുകൾ നിർമ്മിക്കുകയായിരുന്നു. ടെസ്ലയുടെ പുതിയ സ്ഥാപനത്തെ അദ്ദേഹം നിരന്തരം കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഇതിനോടകം ടെസ്ലയുടെ ഈ പുതിയ ആശയം വലിയ രീതിയിൽ ജനശ്രദ്ധയെ ആകർഷിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ ടെസ്ലയുടെ ഈ ആശയത്തിൽ നിക്ഷേപകർക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. വിപണിയിൽ ഈ ജനറേറ്റർ വിജയിക്കില്ല എന്നവർക്ക് മനസ്സിലായി. ടെസ്ലയെ സഹായിക്കുന്നതിനായി മുന്നോട്ട് കടന്നു വന്ന ആ 2 ബിസിനസ്സുകാരും ഇതിൽ നിന്നും പിന്മാറി.
അവർ ടെസ്ലയുടെ കമ്പനി ഉപേക്ഷിച്ച് പുതിയ കമ്പനി തുടങ്ങി. അങ്ങനെ കമ്പനി പൂട്ടേണ്ടി വന്നതോടെ ടെസ്ല നിക്ഷേപിച്ചിരുന്ന മുഴുവൻ പണവും നഷ്ടമായി. അതോടൊപ്പം ടെസ്ലയ്ക്ക് ലഭിച്ചിരുന്ന പേറ്റന്റ് അവകാശവും നഷ്ടമായി. കമ്പനി രൂപീകരിച്ച് കഷ്ടിച്ച് 1 വർഷമേ ആകുന്നുള്ളൂ. അപ്പോഴേക്കും കൈവശമുള്ള സകലതും നഷ്ടപ്പെട്ട് ദരിദ്രനായി മാറി ടെസ്ല. മുന്നോട്ട് ജീവിക്കുവാൻ യാതൊരു മാർഗവുമില്ലാതെയായി. പല കമ്പനികളിലും ഇലക്ട്രിക്കൽ റിപ്പയർ ജോലികൾ ചെയ്തു. വൈദ്യുതി പോസ്റ്റിന് കുഴിയെടുക്കുന്ന ജോലി പോലും ചെയ്തു. അങ്ങനെ ദിവസം $2 മാത്രം കൂലി വാങ്ങി ജീവിതം മുന്നോട്ട് പോയി. ഇതുവരെ താൻ സ്വപ്നം കണ്ടതും കഷ്ടപ്പെട്ടതും നേടിയെടുത്തതും എല്ലാം വെറുതെയായി. വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഓരോ നിമിഷവും ടെസ്ല തള്ളി നീക്കുന്നത്. 1886 ഈ സമയമായിരുന്നു ടെസ്ലയുടെ ജീവിതത്തിലെ ഏറ്റവും ദുരന്തപൂർണമായ കാലഘട്ടം. ഈ ദുരാനുഭവങ്ങൾ തന്റെ കണ്ടുപിടുത്തങ്ങളെ എങ്ങനെ വിപണിക്ക് അനുയോജ്യമാക്കി മാറ്റിയെടുക്കാം എന്ന് ടെസ്ലയെ പഠിപ്പിച്ചു. 1886 അവസാന സമയത്ത് കണ്ടുപിടുത്തങ്ങളെയും പേറ്റന്റുകളെയും പ്രോത്സാഹിപ്പിച്ച് പുതിയ പുതിയ കമ്പനികൾ രൂപീകരിക്കുന്നതിൽ വിദഗ്ധരായ അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പന്ന സ്ഥാപനം വെസ്റ്റേൺ യൂണിയൻ ടെലിഗ്രാഫ് കമ്പനിയുടെ സൂപ്രണ്ടന്റായ ആൽഫ്രഡ് ബ്രൗണിനെ ടെസ്ല പരിചയപ്പെട്ടു. അതോടൊപ്പം തന്നെ ന്യൂയോർക്കിലെ അറ്റോർണിയായ ചാൾസ് എഫ് പേക്കിനെയും പരിചയപ്പെട്ടു. ഇനി മുന്നോട്ടുള്ള ടെസ്ലയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ പോന്നവരായിരുന്നു ഇവർ. ടെസ്ലയുടെ പുതുപുത്തൻ വൈദ്യുതോപകരണ ആശയങ്ങളിൽ തൽപരരായിരുന്ന ഇവർ ടെസ്ലയെ സാമ്പത്തികമായി പിന്തുണയ്ക്കാം എന്ന് വാഗ്ദാനം ചെയ്തു. അതോടൊപ്പം പേറ്റന്റിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിക്കൊള്ളാമെന്നും സമ്മതിച്ചു. ഇവരുടെ സഹായത്തോടെ ടെസ്ല വീണ്ടും പുതിയൊരു ഇലക്ട്രിക്കൽ കമ്പനി തുടങ്ങാൻ പോവുകയാണ്. 1887 ഏപ്രിൽ മാസം ഇവർ 3 പേരും ഒരുമിച്ച് ടെസ്ല ഇലക്ട്രിക്കൽ കമ്പനി രൂപീകരിച്ചു. ലാഭത്തിന്റെ 1/3 ടെസ്ലയ്ക്കും 1/3 പെക്കിനും ബ്രൗണിനും മിച്ചമുള്ള 1/3 കമ്പനിയുടെ വികസനങ്ങൾക്കുമായി വിനിയോഗിക്കാം എന്നതായിരുന്നു കരാർ. അങ്ങനെ മാൻഹാട്ടനിലെ 89 ലബോറട്ടറി സ്ട്രീറ്റിൽ ടെസ്ല തന്റെ പുതിയ ലബോറട്ടറി സ്ഥാപിച്ചു. പിന്നീടുള്ള മുഴുവൻ സമയവും ടെസ്ല തന്റെ ലബോറട്ടറിക്കുള്ളിൽ തന്നെ ചിലവഴിക്കാൻ തുടങ്ങി. ഇലക്ട്രിക്കൽ മോട്ടോറുകൾ, ജനറേറ്ററുകൾ, മറ്റു വൈദ്യുത ഉപകരണങ്ങൾ എല്ലാം ടെസ്ല തന്റെ ലബോറട്ടറിയിൽ നിർമ്മിക്കാൻ തുടങ്ങി. ഇതേ സമയത്ത് തന്നെ AC കറണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇൻഡക്ഷൻ മോട്ടോർ ടെസ്ല നിർമ്മിച്ചു. വിപ്ലവകരമായ സൃഷ്ടിയായിരുന്നു ഇത്. ഓൾട്ടർനേറ്റ് കറണ്ടിൽ പ്രവർത്തിക്കുന്ന ഈ ഇൻഡക്ഷൻ മോട്ടോർ വളരെ വേഗം ജനകീയമായി മാറി. അമേരിക്കയിലും യൂറോപ്പിലും മുഴുവൻ ഇത് പ്രചരിക്കപ്പെട്ടു. ഇതിനോടൊപ്പം നിക്കോള ടെസ്ലയും പ്രശസ്തനായി. 1888 ടെസ്ല പേറ്റന്റ് എടുത്ത ഈ വൈദ്യുത മോട്ടോർ കമ്മ്യൂട്ടേറ്ററിന്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്നതായിരുന്നു. സ്പാർക്ക് ഇല്ലാതെ പ്രവർത്തിക്കുന്നത് കാരണം നിരന്തരമായ സർവീസുകളോ യാന്ത്രിക ബ്രഷുകളുടെ നിരന്തരമായി മാറ്റിവെക്കലുകൾ മൂലമുണ്ടാകുന്ന ഉയർന്ന മെയിൻ്റനൻസ് കോസ്റ്റോ ആവശ്യമായി വരികയില്ല. ഈ മോട്ടോർ പേറ്റന്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിനെ വ്യാപകമായി പരസ്യപ്പെടുത്തുവാനും ഇത് ഗുണപരമായ മികവ് തന്നെയാണ് എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുവാനും പേക്കും ബ്രൗണും ശ്രമങ്ങൾ നടത്തി. ഭൗതിക ശാസ്ത്രജ്ഞൻ വില്യം അർണോൾഡും ഇലക്ട്രിക്കൽ വേൾഡ് മാഗസിൻ എഡിറ്റർ തോമസ് കൊമ്മർഫോർട്ട് മാർട്ടിനും 1888 മെയ് മാസം 16 മോട്ടോറിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുവാൻ ടെസ്ലയ്ക്ക് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ അവസരമൊരുക്കി. ടെസ്ല തന്റെ കണ്ടെത്തലുകളെല്ലാം അവിടെ സന്നിഹിതരായിരുന്നവർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. എല്ലാവർക്കും അത് പുതിയൊരു അനുഭവമായിരുന്നു. അവർ അത്ഭുതപ്പെട്ടുപോയി. ടെസ്ലയുടെ ഈ കണ്ടെത്തലുകൾ നാളെ ലോകം കീഴടക്കുമെന്ന് അവർക്കെല്ലാം മനസ്സിലായി. 1888 ജൂലൈ മാസം ബ്രൗണും പേക്കും ജോർജ് വെസ്റ്റിംഗ്ഹൗസുമായി ടെസ്ലയുടെ ഇൻഡക്ഷൻ മോട്ടറിനും അതിന്റെ മാതൃകയ്ക്കും ഒരു ലൈസൻസ് കരാർ ഉണ്ടാക്കി. ഇത് പ്രകാരം പണവും സ്റ്റോക്കുമായി $60,000 മോട്ടോറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ ഹോഴ്സ് പവറിനും $2.5 പ്രതിഫലമായി ടെസ്ലയ്ക്ക് നൽകാം എന്നതായിരുന്നു കരാർ. ഇതുകൂടാതെ കമ്പനിയുടെ പിറ്റ്സ്ബർഗിലുള്ള ലാബിലേക്ക് ടെസ്ലയെ 1 വർഷത്തേക്ക് $2,000 കൺസൾട്ടന്റായി നിയമിച്ചു. അന്നത്തെ $2,000 ഇന്ന് ഏകദേശം $60,000 വില വരും. ഇതേ സമയത്ത് തന്നെ കാറുകൾ ഇന്ധനത്തിന് പകരം വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും ടെസ്ല തുടങ്ങിയിരുന്നു. അതായത് ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് കാറുകളുടെ നിർമ്മാണം. വളരെ പെട്ടെന്ന് തന്നെ ടെസ്ലയുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ രീതിയിൽ മാറ്റം വന്നു. കൊടിയ ദാരിദ്ര്യത്തിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായി മാറുകയായിരുന്നു നിക്കോള ടെസ്ല.
അങ്ങനെ നാളുകൾ കഴിയുന്തോറും ടെസ്ല പ്രശസ്തനായിക്കൊണ്ടേയിരുന്നു. DC കറണ്ടിനേക്കാൾ വളരെ ചെലവ് കുറഞ്ഞ AC കറണ്ട് വന്നതോടെ വൈദ്യുതി ധാരാളം ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ലോകം മുഴുവൻ ടെസ്ലയെയും അദ്ദേഹത്തിൻ്റെ AC കറണ്ടിനെയും അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുമ്പോഴും ടെസ്ലയെ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. തൻ്റെ കണ്ടുപിടുത്തങ്ങളും ആശയങ്ങളും മാത്രമാണ് ശരിയെന്ന് അടിയുറച്ച് വിശ്വസിച്ചിരുന്ന, മാറ്റങ്ങൾക്കനുസരിച്ച് തൻ്റെ ചിന്തകളെ മാറ്റാൻ ഒരിക്കലും തയ്യാറാകാതിരുന്ന സാക്ഷാൽ തോമസ് ആൽവ എഡിസൺ. ടെസ്ലയ്ക്ക് തന്നേക്കാൾ കഴിവുണ്ടെന്ന് എഡിസൺ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനോടകം എഡിസൺ ടെസ്ലയ്ക്കും AC കറണ്ടിനും എതിരെ പല നീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇനി വരാൻ പോകുന്നത് വലിയ യുദ്ധമാണ്. നിക്കോള ടെസ്ലയും തോമസ് ആൽവ എഡിസണും തമ്മിലുള്ള യുദ്ധം. AC കറണ്ടും DC കറണ്ടും തമ്മിലുള്ള യുദ്ധം.